ഹായ്. +2 പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുട്ടികൾ കമന്റ് ബോക്സിൽ ആവശ്യപ്പെട്ടിരുന്ന ഒരു വീഡിയോ ആണ് ഓർഗാനിക് കെമിസ്ട്രിയുടെ ക്ലാസ്സസ് ഫോക്കസ് ഏരിയ ബേസ് ചെയ്ത് എടുക്കുമോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോസുമായിട്ടാണ് നമ്മൾ ഇനി ക്ലാസ്സസ് മുന്നോട്ട് പോകുന്നത്. അതിൽ ആദ്യം നമ്മുടെ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ് എന്ന ചാപ്റ്ററിലെ ആദ്യത്തെ 2 ഫോക്കസ് ഏരിയകളാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അത് നമ്മുടെ ഹാലോ ആൽക്കെയിൻസിന്റെയും അരീൻസിന്റെയും പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട 2 ഫോക്കസ് ഏരിയ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അത് പഠിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്താണ് ഹാലോ ആൽക്കെയിൻ, എന്താണ് ഹാലോ അരീൻ എന്ന് മനസ്സിലാക്കണം. എന്താണ് ഹാലോ? ഹാലോ എന്ന് വെച്ചാൽ ഹാലജൻ ആണ്. നമുക്കറിയാം ഫങ്ഷൻ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ഹാലജൻസ് ഉണ്ട്, ആൽക്കഹോൾ ഉണ്ട്, ഈഥർ ഉണ്ട്, നമ്മുടെ ആസിഡ് ഉണ്ട്, ആൽഡിഹൈഡ്, കീറ്റോൺ, അമീൻ, നൈട്രോ, നൈട്രൈൻ, ഇങ്ങനെ ഒത്തിരി ഫങ്ഷൻ ഗ്രൂപ്പുകൾ ഉണ്ട്. ഈ ഫങ്ഷൻ ഗ്രൂപ്പുകളെ കുറിച്ച് മുഴുവനായി പഠിക്കുന്നതാണ് നമ്മുടെ +2 എന്ന് പറയുന്നത്. ഇതിൽ ആദ്യം നമ്മുടെ തുടക്കം ഐശ്വര്യമായിട്ട് നമ്മൾ തുടങ്ങുന്നത് ഹാലോ ആൽക്കെയിൻസിൽ നിന്നാണ്. ഹാലജൻ എന്ന് പറഞ്ഞാൽ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഇവരെയൊക്കെയാണ് നമ്മൾ ഹാലജൻസ് എന്ന് വിളിക്കുന്നത്. ഇവർ ഫങ്ഷണലായി ഗ്രൂപ്പായി വരുമ്പോഴാണ് നമ്മൾ ഹാലോ ആൽക്കെയിൻസ് എന്നും ഹാലോ അരീൻസ് എന്നും വിളിക്കുന്നത്. ഹാലോ ആൽക്കെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണം CH3Cl, CH3CH2Br, CH3CH, CH2CH, ഇവിടെ വേണമെങ്കിൽ ഒരു ബ്രാഞ്ച് വരാം, ഇവിടെ വേണമെങ്കിൽ മറ്റൊരു ബ്രാഞ്ച് വരാം. സോ ഇങ്ങനെ എങ്ങനെ വേണമെങ്കിൽ നമുക്കൊരു കോമ്പൗണ്ട് നമുക്ക് എഴുതാൻ സാധിക്കും. സോ ഇത്തരത്തിലൊക്കെയുള്ള കോമ്പൗണ്ടുകളാണ് ഹാലോ ആൽക്കെയിൻസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ സ്ട്രെയിറ്റ് ചെയിൻസ് അങ്ങനെയുള്ള ആൽക്കെയിൻ ഗ്രൂപ്പുകളായിരിക്കും ഇവിടെ വരുന്നത്. ഇതിന് ജനറൽ ആയിട്ട് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാല് ഇവർക്ക് എല്ലാവർക്കും പകരം നമ്മൾ കൊടുക്കുന്ന സിമ്പൽ, ഈ വലിയ ഗ്രൂപ്പ് ആയാലും ശരി, ഈ ചെറിയ ഗ്രൂപ്പ് ആയാലും ശരി, ഇതിനെല്ലാത്തിനും കൂടി നമ്മൾ കൊടുക്കുന്ന സിമ്പലാണ് R. R എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ആണ്, അതേ ഉള്ളൂ. ഇനി ഹാലജൻ എന്ന് പറയുന്നത് ക്ലോറിൻ വരാം, ബ്രോമിൻ വരാം, അയഡിൻ വരാം, ഫ്ലൂറിൻ വരാം, എല്ലാവർക്കും കൂടി വേണ്ടി നമ്മൾ കൊടുക്കുന്ന സിമ്പലാണ് RX. സോ വാട്ട് ഈസ് RX? ഇതാണ് നമ്മുടെ ഹാലോ ആൽക്കെയിൻ. R എന്ന് വെച്ചാൽ ഇതുപോലുള്ള ഏതെങ്കിലും ആൽക്കൈൽ ഗ്രൂപ്പ്, X എന്ന് വെച്ചാൽ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ആരെങ്കിലും. അപ്പൊ അതാണ് RX. അപ്പൊ RX എന്നാണ് നമ്മൾ ഹാലോ ആൽക്കെയിൻസിനെ ജനറലി റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഹാലോ അരീൻസ്. ആരാണ് ഈ അരീൻസ് എന്ന് പറയുന്നത്? അരീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബെൻസീൻ റിങ്ങുകളെയാണ് അരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ അരോമാറ്റിക് കോമ്പൗണ്ട്സിന് ചിലപ്പോ X ഗ്രൂപ്പ് വരാം. X ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. അപ്പൊ ആര് വേണോ അവിടെ വരാം. ഇതാണ് ഹാലോ അരീൻസ്. ഇവരെ വേണമെങ്കിൽ ഇങ്ങനെയും റെപ്രസെന്റ് AR എന്ന് എഴുതിയിട്ട് X എന്ന് എഴുതാറുണ്ട്. സോ ഇത് രണ്ടും ഹാലോ അരീൻസിന്റെ റെപ്രസെന്റേഷൻ ആണ്, ഇത് ഹാലോ ആൽക്കെയിൻസിന്റെ റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ ഇവരെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മുഴുനീളെ പഠിക്കുന്നത്. അപ്പൊ ഇവരെ നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഇതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്, ഹൗ ടു പ്രിപ്പയർ. സോ ഇത് വളരെയധികം പല രീതിയിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാം. നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ നിന്ന് 2 പ്രിപ്പറേഷൻസ് ആണ് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ആൽക്കെയിൻസിൽ നിന്നുള്ള പ്രിപ്പറേഷൻ, 2 ഹൈഡ്രോ കാർബൺസിൽ നിന്നുള്ള പ്രിപ്പറേഷൻ. അപ്പൊ ടെക്സ്റ്റിൽ നമ്മൾ നോക്കിയാൽ ഹൈഡ്രോ കാർബൺ തന്നെ വീണ്ടും ABCD എന്ന് പറഞ്ഞ് പല പല ഡിവിഷൻസ് അതിന് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ആ എല്ലാ ഡിവിഷനും നമുക്ക് അങ്ങ് പഠിച്ചു വെച്ചേക്കാം. അപ്പൊ ഇനി പ്രശ്നമില്ലല്ലോ, കംപ്ലീറ്റ് ആ 2 ഫോക്കസ് ഏരിയ പോയിന്റും പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാം നമുക്ക്. സോ ആദ്യത്തെ പ്രിപ്പറേഷൻ ഫ്രം ആൽക്കഹോൾ. ആൽക്കഹോളിൽ നിന്നും എങ്ങനെ പ്രിപ്പയർ ചെയ്യും? എന്താ ആൽക്കഹോൾ? ROH. OH ഫംഗ്ഷൻ ഗ്രൂപ്പ് വരുന്നതാണ് ആൽക്കഹോൾ. സോ ഇതിനെ നമുക്ക് എന്താക്കി മാറ്റണം? RX ആക്കി മാറ്റണം. ക്ലിയർ ആയോ? അപ്പൊ ROH നിന്ന് എങ്ങനെ RX പ്രിപ്പയർ ചെയ്യാം? 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 6 വഴികളുണ്ട്. 6 വഴികളിൽ കൂടി നിങ്ങൾക്ക് ആൽക്കഹോളിനെ എന്താക്കി മാറ്റാം? ഹാലോ ആൽക്കെയിൻസ് ആക്കി മാറ്റാം. ഓരോ വഴികളായിട്ട് നമുക്ക് പഠിക്കാം. ആദ്യം നമുക്ക് ഇവിടുന്ന് ആരെയാ മാറ്റേണ്ടത്? OH നെ മാറ്റണം. ആരെയാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? ഹാലജനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ OH നെ ഇറക്കിക്കൊണ്ട് വരികയും വേണം, പകരം അവിടെ നമുക്ക് ഹാലജൻ കൊടുക്കുകയും വേണം. എന്താ ചെയ്യുക? ആര് വന്ന് വിളിച്ചാൽ നമ്മുടെ OH ഇറങ്ങി വരും? അങ്ങനെ പെട്ടെന്നൊന്നും ഇറങ്ങി വരില്ല. അപ്പൊ OH നെ നമുക്ക് എന്താ പറയാ മോഹിപ്പിച്ച് OH നെ ഇങ്ങോട്ട് ഇറക്കണമെങ്കിൽ ഒരു ഹൈഡ്രജൻ വന്ന് മാടി വിളിച്ചാൽ മതി. കാരണം OH ഉം H കൂടി ചേരുമ്പോൾ അത് വാട്ടർ ആയിട്ട് മാറും. അപ്പൊ ഒരു ഹൈഡ്രജൻ വന്ന് വിളിച്ചാൽ OH ഇറങ്ങി വരാതിരിക്കില്ല. അപ്പൊ ഹൈഡ്രജൻ നമ്മളിവിടെ കൊടുത്തേ പറ്റൂ. പിന്നെ നമുക്ക് അവിടെ പകരം ആരെ വെക്കണം? ക്ലോറിനോ ഹാലജൻ ഏതെങ്കിലും അവിടെ വെക്കണം. അപ്പൊ ഏതെങ്കിലും ഒരു HX. അതിന്റെ ഈ റിയാക്ഷൻ നടക്കണമെങ്കിൽ ഇത് ഒരാളുടെ കാർമ്മികത്വത്തിൽ മാത്രമേ നടക്കത്തുള്ളൂ. കാറ്റലിസ്റ്റ് സിങ്ക് ക്ലോറൈഡ്.
അപ്പൊ സിങ്ക് ക്ലോറൈഡിന്റെ പ്രസൻസിൽ ROH HXുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ എച്ചും ഈ OHും കൂടി ചേർന്ന് എന്തായിട്ട് മാറും? H2 ആയിട്ട് പോവും. അത് നമുക്ക് ഇവിടെ വേണമെങ്കിൽ -H2O എന്ന് എഴുതാം. ഇനി ആറും എക്സും കൂടി ചേർന്ന് RX ആയിട്ട് മാറും. ആറും എക്സും കൂടി ചേർന്ന് RX ആയിട്ട് മാറും. ഇത്രയേ ഉള്ളൂ. സോ ഇതാണ് നമ്മുടെ ആൽക്കഹോളിൽ നിന്നുള്ള പ്രിപ്പറേഷൻ മെത്തേഡ്. ഈസി അല്ലേ? വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാം. പരീക്ഷയ്ക്ക് ഇങ്ങനെയല്ല കേട്ടോ ചോദിക്കുന്നത്. പരീക്ഷയ്ക്ക് ഇതിന് എക്സാമ്പിൾ ആയിരിക്കും. നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി എഴുതാം. ഇനിയുള്ളതിന് നിങ്ങൾ സ്വയം എക്സാമ്പിൾ എഴുതുക. ഞാൻ ഒരെണ്ണം എഴുതി കാണിച്ചു തരാം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് എക്സാമ്പിളും നിങ്ങൾക്ക് തന്നെ സ്വയം എഴുതാം. ഇപ്പൊ നോക്കിക്കോളൂ. ആറിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? CH3. പിന്നെ OH. നിങ്ങൾക്ക് അവിടെ CH3, CH2 ഏത് വേണോ കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടം. ദെൻ H. എക്സിന്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഏതാ താല്പര്യം? ഞാൻ ക്ലോറിൻ കൊടുക്കട്ടെ. അപ്പൊ ക്ലോറിൻ കൊടുക്കുന്നു. ഇത് ആരുടെ പ്രസൻസിലാണ് നടക്കുന്നത്? സിങ്ക് ക്ലോറൈഡ്. അപ്പൊ എന്തുണ്ടാവും? CH3. ആരല്ല ഇവിടെ വരുന്നത്? അപ്പൊ CH3. ദെൻ എക്സിന്റെ സ്ഥാനത്ത് ആരാ ഇവിടെ വരുന്നത്? എക്സിന്റെ സ്ഥാനത്ത് ക്ലോറിൻ. അപ്പൊ Cl പ്ലസ് എക്സ്ട്രാ ഒരു പ്രോഡക്റ്റ് ഇവർ തമ്മിൽ ചേർന്നിട്ടുണ്ടാകുമല്ലോ. അതെന്താ? വാട്ടർ. സോ പ്ലസ് H2O. പ്ലസ് H2 എന്ന് ഇവിടെ എഴുതി കാണിക്കാം, അല്ലെങ്കിൽ -H2 ആരുടെ അടിയിൽ എഴുതി കാണിക്കാം. രണ്ടും ഒന്ന് തന്നെ. അപ്പൊ ഒരു മെത്തേഡ് ക്ലിയർ ആണല്ലോ. ആൽക്കഹോളിൽ നിന്ന് ഹാലോ ആൽക്കൈൻസ് പ്രിപ്പയർ ചെയ്യാൻ HXുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. ഇൻ ദി പ്രസൻസ് ഓഫ് സിങ്ക് ക്ലോറൈഡ് നമുക്ക് RX കിട്ടും അലോങ് വിത്ത് വാട്ടർ. ആ വാട്ടർ രണ്ട് രീതിയിൽ നമുക്ക് എഴുതി കാണിക്കാം. ക്ലിയർ? അപ്പൊ ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. ഇതുപോലെ തന്നെ ഒരു 5 മെത്തേഡ് കൂടിയുണ്ട്. നോക്കാം സെക്കൻഡ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡില് നമ്മൾ ROHനെ സോഡിയം ബ്രോമൈഡോ സോഡിയം ക്ലോറൈഡ് പോലുള്ള ആൾക്കാരെ കൊണ്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. ഇപ്പൊ ഞാൻ NaCl എടുക്കുന്നു. കുഴപ്പമില്ലല്ലോ. NaBr വെച്ച് സ്വയം നിങ്ങൾ എഴുതി നോക്കുമല്ലോ. ആറിന്റെ സ്ഥാനത്ത് ഒരു എക്സാമ്പിൾ നിങ്ങൾ കൊടുക്കണേ. അപ്പൊ ആറിന്റെ സ്ഥാനത്ത് ഒരു എക്സാമ്പിൾ കൊടുത്ത് NaCl അങ്ങനെ എഴുതുക കേട്ടോ. ദെൻ ഇനി നമ്മൾ ചെയ്യും, ഇവിടെ സംഭവിക്കാൻ പോകുന്നത് Naയും OH കൂടി ചേരും. അല്ല, NaOH കൂടി ചേരുന്നതല്ല ഇവിടെ നടക്കുന്നത്. ബിക്കോസ് ഇവിടെ ആക്ച്വലി NaOH കൂടി ചേർന്നിട്ട് NaOH ആവും. പക്ഷെ ഇവിടെ ഒരു റിയാക്ടന്റ് കൂടിയുണ്ട്. ആരെന്നറിയാമോ? സൾഫ്യൂരിക് ആസിഡ്. ഈ റിയാക്ഷൻ നടക്കണമെങ്കിൽ നമ്മൾ ഒരാളെ കൂടി കൊടുക്കണം, H2SO4. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞത് വളരെ കറക്റ്റ് തന്നെയാണ്. Naയും OH കൂടി ചേർന്ന് NaOH ആവും. അതവിടെ നിൽക്കട്ടെ. എന്നിട്ട് ആറും Clഉം ചേരും. ആറും Clഉം ചേരുമ്പോൾ എന്ത് കിട്ടും? RCl ആയിട്ട് മാറും. ഇവിടെ ബൈ പ്രോഡക്റ്റ് ഇനിയും ഉണ്ട്. NaOH എന്ന് പറയുന്നത് എന്താണ്? NaOH എന്ന് പറയുന്നത് ബേസ് ആണ്. ബേസിന്റെ തൊട്ടടുത്ത് നമ്മൾ കൊണ്ടുവച്ചിരിക്കുന്നത് ആസിഡ്. ബേസും ആസിഡും കൂടി കണ്ട മിണ്ടാതിരിക്കുവോ? അവര് തമ്മിൽ റിയാക്ട് ചെയ്യും. അങ്ങനെ നമുക്ക് അവിടെ ഒരു സോൾട്ട് കിട്ടും. സോഡിയം ഹൈഡ്രജൻ സൾഫേറ്റ് എന്ന് പറയുന്ന ഒരു സോൾട്ട്. അതായത് നമ്മുടെ ബൈസൾഫേറ്റ് എന്നൊക്കെ പറയുന്ന സോഡിയത്തിന്റെ സോൾട്ട് കിട്ടും എലോങ് വിത്ത് വാട്ടർ. ഒരു സോൾട്ടും വാട്ടറും ആയിരിക്കും നമുക്ക് അവിടെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. സോ NaHSO4 പ്ലസ് വാട്ടർ H2O. സോ ദിസ് ഈസ് ദ പ്രോഡക്റ്റ്. ഇതാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പൊ ROH NaClമായിട്ട് NaBr എഴുതിക്കൊള്ളേ. NaClO NaBr റിയാക്ട് ചെയ്യിപ്പിക്കുന്നു ഇൻ ദി പ്രസൻസ് ഓഫ് H2SO4. അപ്പൊ നമുക്ക് RCl, ഇവിടെ Cl എടുത്തതുകൊണ്ട് RClഉം അലോങ് വിത്ത് ഇത് റിയാക്ട് ചെയ്യുന്ന രീതി മനസ്സിലായല്ലോ. ആ ബേസും ആസിഡും റിയാക്ട് ചെയ്ത് സോൾട്ടും വാട്ടറും NaHSO4ഉം വാട്ടർ H2O. ക്ലിയർ? ഞാൻ ചിലപ്പോൾ ബാലൻസ് ചെയ്തിട്ടുണ്ടാവില്ല. യു ഹാവ് ടു ബാലൻസ് ദാറ്റ്. ഞാൻ റിയാക്ഷൻ ആണ് പഠിപ്പിച്ച് പോകുന്നത്. അപ്പൊ രണ്ട് റിയാക്ഷൻ ക്ലിയർ ആയിട്ട് മനസ്സിലായി. എങ്കിൽ നമുക്കിനി മൂന്നാമത്തിലേക്ക് പോകാം. മൂന്നാമത്തെ എന്ന് പറയുന്നത് ROHനെ നമുക്ക് രണ്ട് ക്ലോറിനേറ്റിംഗ് ഏജന്റ്, P ബ്ലോക്കിൽ നമ്മൾ പഠിക്കുന്ന രണ്ട് ക്ലോറിനേറ്റിംഗ് ഏജന്റ്സ് ഉണ്ട്. ഒന്ന് PCl3, ഒന്ന് PCl5. ആരെ വേണോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. രണ്ടുപേരെ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഒരേ പ്രോഡക്റ്റ് കിട്ടുള്ളൂ. പക്ഷെ ബൈ പ്രോഡക്ട്സിന് വ്യത്യാസമുണ്ട്. നമുക്ക് ആദ്യം PCl3 ഉപയോഗിക്കാം. ഓക്കെ, PCl3 നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ക്ലോറിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് RCl എന്ന് പറയുന്ന മെയിൻ പ്രോഡക്റ്റ് കിട്ടും. പക്ഷെ PCl3 ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന പ്രോഡക്റ്റിനോടൊപ്പം ഫോസ്ഫോറിക് ആസിഡ് കൂടി കിട്ടും. ദാറ്റ് ഈസ് H3PO3. ഇത് ഓൾറെഡി P ബ്ലോക്കിലും പഠിക്കാനുള്ള റിയാക്ഷൻ ആണ്. PCl3യുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ROHും റിയാക്ട് ചെയ്യുന്ന സമയത്ത് RClഉം H3PO3 ഫോസ്ഫോറിക് ആസിഡ് നമുക്ക് അവിടെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഇവിടെ ക്ലോറിന്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ബ്രോമിൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതേസമയം നമ്മൾ ഇതിനെ PCl5വുമായിട്ടാണ് റിയാക്ട് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ മെയിൻ പ്രോഡക്റ്റിൽ ഒരു വ്യത്യാസമില്ല. RCl തന്നെ നിങ്ങൾക്ക് കിട്ടും. RCl തന്നെ കിട്ടും. പക്ഷേ ബൈ പ്രോഡക്റ്റിന് വ്യത്യാസമുണ്ട്. ബൈ പ്രോഡക്റ്റ് POCl3, ഫോസ്ഫോ ഓക്സിക്ലോറൈഡ് എന്ന് പറയും. സോ POCl3 along with HCl. സോ ഇതാണ് നമുക്ക് പ്രോഡക്റ്റ്. അപ്പോ PCl3യും ഉപയോഗിക്കാം, PCl5ഉം ഉപയോഗിക്കാം. രണ്ടും ഉപയോഗിച്ചാലും സെയിം പ്രോഡക്റ്റ്.
വ്യത്യാസം എന്താ? PCl3 ഉപയോഗിച്ചാൽ H3PO3, PCl5 ഉപയോഗിച്ചാൽ POCl2 പ്ലസ് HCl ആയിരിക്കും ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. സോ അങ്ങനെ 4 മെത്തേഡ്സ് പഠിച്ചെടുത്തു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാമത്തെ മെത്തേഡ്. ROH നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് X2 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഒന്നും നോക്കുന്നില്ല. എക്സ് ആണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ടിൽ എക്സ് വെച്ച് തന്നെ അങ്ങ് റിയാക്ട് ചെയ്യിപ്പിക്കാം. പക്ഷെ ഈ റിയാക്ഷൻ നടക്കണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് റെഡ് ഫോസ്ഫറസ് കൂടി കൊടുക്കണം. അപ്പൊ റെഡ് ഫോസ്ഫറസ് ഓർമ്മയുണ്ടല്ലോ, ഫോസ്ഫറസിന്റെ അലോട്രോപ്സ് ആണ് ബ്ലാക്ക് ഫോസ്ഫറസ്, വൈറ്റ് ഫോസ്ഫറസ്, റെഡ് ഫോസ്ഫറസ്. ആ റെഡ് ഫോസ്ഫറസ് നമ്മളോട് ഉപയോഗിക്കുമ്പോൾ ആ OH മാറ്റിക്കൊണ്ട് അവിടെ ആര് വരും? RX വരും. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റിയ മെത്തേഡാണ് റിയാക്ടിംഗ് വിത്ത് X2 ഇൻ ദി പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ്. X2 ന്റെ സ്ഥാനത്ത് എന്തൊക്കെ എഴുതാം? Cl2, Br2 അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എഴുതാം. ക്ലിയർ ആണല്ലോ? അപ്പൊ 5 മെത്തേഡ് തീർന്നു. ഇനി 6ാമത്തെ മെത്തേഡ്. ROH എടുത്തതിന് ശേഷം അതിലേക്ക് SOCl2 റിയാക്ട് ചെയ്യിപ്പിക്കുക. ആരാണ് SOCl2? തയോണൈൽ ക്ലോറൈഡ്. ഓക്കെ, SOCl2 ആരാണ്? തയോണൈൽ ക്ലോറൈഡ്. അങ്ങനെ തയോണൈൽ ക്ലോറൈഡ് വെച്ച് റിയാക്ട് ചെയ്യിപ്പിക്കുന്ന സമയത്ത് നമുക്ക് പ്രോഡക്റ്റ്, മെയിൻ പ്രോഡക്റ്റ് Rഉം Cl ചേർന്ന് RCl തന്നെ കിട്ടും. പക്ഷെ ബൈ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഒന്ന് സൾഫർ ഡയോക്സൈഡ് ഗ്യാസ്, പിന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇതിനകത്ത് സൾഫർ ഡയോക്സൈഡ് ഗ്യാസും ഹൈഡ്രോക്ലോറിക് ആസിഡും ഗ്യാഷ്യസ് രൂപത്തിലാണ് ഉണ്ടാകുന്നത്. അതങ്ങ് പറന്നു പൊയ്ക്കോളും. സോ നമ്മുടെ RCl അവിടെ ലിക്വിഡ് രൂപത്തിൽ അവിടെ കിടക്കുകയും ചെയ്യും. സോ ഏറ്റവും ബെസ്റ്റ് മെത്തേഡായിട്ട് കണക്കാക്കുന്നത് ലാസ്റ്റ് മെത്തേഡ് തയോണൈൽ ക്ലോറൈഡ് ഉപയോഗിക്കുന്നതാണ്. പ്യുവർ ഫോം നമുക്ക് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് മെത്തേഡായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. കാരണം ബൈ പ്രോഡക്ട്സ് വലിയ ശല്യമൊന്നും ഉണ്ടാക്കാതെ അത് അതിന്റെ പാട്ടിനങ്ങ് പൊയ്ക്കോളും. അപ്പൊ നമുക്ക് മെയിൻ പ്രോഡക്റ്റ് മാത്രം അവിടെ കിട്ടുകയും ചെയ്യും. സോ ഇതാണ് 6 മെത്തേഡുകൾ. ഒന്നുകൂടി നമുക്ക് വേഗം പറഞ്ഞു നോക്കാം. ആദ്യം നമ്മൾ ആൽക്കഹോൾ എടുത്തു, അതിനെ സിങ്ക് ക്ലോറൈഡിന്റെ പ്രസൻസിൽ HX റിയാക്ട് ചെയ്യിപ്പിച്ചു. അപ്പോൾ നമുക്ക് RX, അതായത് ഹാലോ ആൽക്കൈൻ എലോങ് വിത്ത് വാട്ടർ ആണ് പ്രോഡക്റ്റ് കിട്ടിയത്. രണ്ടാമത് NaClO NOBr റിയാക്ട് ചെയ്യിപ്പിച്ചു ഇൻ ദ പ്രസൻസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ അവിടെ നമുക്ക് RX മെയിൻ പ്രോഡക്റ്റ് കിട്ടി. പിന്നെ സൾഫ്യൂരിക് ആസിഡ് NaOH റിയാക്ട് ചെയ്തിട്ട് ഒരു സോൾട്ടും വാട്ടറും, എന്തൊക്കെയാണ്? NaHSO4 പ്ലസ് വാട്ടറും പ്രോഡക്റ്റ് ആയിട്ട് കിട്ടി. പിന്നെ നമ്മൾ 2 ക്ലോറിനേറ്റിംഗ് ഏജൻസ് ആയിട്ടുള്ള PCl3യും PCl5യും എടുത്തു. രണ്ടിലായാലും പ്രോഡക്റ്റ് RCl തന്നെ കിട്ടി. PCl3യുടെ സ്ഥാനത്ത് വേണമെങ്കിൽ PBr3യും നമുക്ക് ഉപയോഗിക്കാം. അവിടെ നമുക്ക് PCl3 ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പ്രോഡക്റ്റ് H3PO3 ആയിരിക്കും. എന്നാൽ PCl5 ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ POCl3 പ്ലസ് HCl ആയിരിക്കും പ്രോഡക്റ്റ് കിട്ടുന്നത്. പിന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് X2 ആഡ് ചെയ്തു ഇൻ ദി പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് RX കിട്ടി. ലാസ്റ്റ് നമ്മൾ ചെയ്തത് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് തയോണൈൽ ക്ലോറൈഡ് യൂസ് ചെയ്തു, SOCl2. അപ്പൊ നമുക്ക് കിട്ടിയത് RCl along with സൾഫർ ഡയോക്സൈഡ് ഗ്യാസ് ആൻഡ് HCl ഗ്യാസ്. അത് പറന്നുപോയി. അതുകൊണ്ട് നമുക്ക് പ്യുവർ ആയിട്ട് തന്നെ RX കൈ കിട്ടി. ഇതിനെല്ലാം എക്സാമ്പിൾസ് സ്വയം എഴുതുമല്ലോ. ഈ ആറിന്റെ സ്ഥാനത്ത് CH3 എന്നോ CH3 CH2 എന്നോ ഒക്കെ ആക്കി സ്വയം ഒന്ന് എഴുതി നോക്കി പഠിച്ചാൽ മതി. ഇതൊക്കെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഒരു ഫോക്കസ് ഏരിയ ഫിനിഷ്ഡ്. ഇനി രണ്ടാമത്തെ ഫോക്കസ് ഏരിയ, അത് കുറച്ച് വലുതാണ്, ഒന്ന് നോക്കാം. രണ്ടാമത്തേത് ഹൈഡ്രോ കാർബൺസിൽ നിന്നുള്ള പ്രിപ്പറേഷൻ ആണ്. നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതുപോലെ ഇരിക്കും, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. കുറച്ചുകൂടി വലിയ ഒരാളെ തന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ആ പട്ടിൽ പഠിച്ച അതേ കാര്യം തന്നെ ഒരു അല്പം രൂപം ചെറിയ ഹയർ രൂപത്തിൽ തന്നിരിക്കുന്നു എന്നേ ഉള്ളൂ. നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കാറുണ്ട് CH4 Cl2 റിയാക്ട് ചെയ്ത് സൺലൈറ്റിന്റെ പ്രസൻസില്. അപ്പൊ സംഭവിക്കുന്നത് എന്താ? ഇതിലൊരു Clഉം ഇതിലൊരു H കൂടി ചേർന്ന് HCl ആയിട്ട് പോകും. എന്നിട്ട് CH3Cl പ്രോഡക്റ്റും ബൈ പ്രോഡക്റ്റ് HClഉം കിട്ടും. ഓർമ്മയുണ്ടല്ലോ, നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? അത് തന്നെയാണ് സാധനം. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. പേരൊക്കെ ഗംഭീരമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഇതിന്റെ എങ്ങനെയായിട്ട് നമുക്ക് റിയാക്ഷൻ പഠിക്കാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് CH3 CH2 CH2 CH3 ഇതിലേക്ക് നമ്മൾ Cl2 ഗ്യാസ് ആഡ് ചെയ്തു ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ഓർ എനർജി എന്ന രൂപത്തില് HNu എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. HNu എന്ന് എഴുതി കഴിഞ്ഞാൽ സൺലൈറ്റ് എനർജി എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ എന്താ സംഭവിക്കുക? ഈ ക്ലോറിൻ ഇതിലൊരു Hനെ റിയാക്ട് ചെയ്യും. അപ്പൊ ഇതിലൊരു ക്ലോറിൻ ഇതിലൊരു Hുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ HCl ആയിട്ട് പോകും. ഇതിന് ക്ലോറിൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സ്വന്തമായിട്ട് എഴുതി കൂടെ എന്തൊരു പ്രോഡക്റ്റ്? CH3 CH2 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 പിന്നെ അവിടെ ഒരു ക്ലോറിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അത് അങ്ങനെ എഴുതാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ എഴുതാം Cl, നിങ്ങളുടെ ഇഷ്ടം. ആ ക്ലോറിനെ വേണമെങ്കിൽ ഇപ്പുറത്തുനിന്ന് ഹൈഡ്രജൻ എടുത്തോണ്ട് വെക്കൂടെ? ചിലപ്പോ അങ്ങനെ തോന്നാലോ. ഇവിടെ ഇരിക്കുന്ന ഹൈഡ്രജൻ തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ. സോ ഇപ്പുറത്തെ ഹൈഡ്രജൻ എന്താ ഭംഗി കുറവുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അവനെ എടുത്തോണ്ട് പോവാൻ വേണമെങ്കിൽ
അപ്പൊ ആ ക്ലോറിൻ ചിലപ്പോൾ ഇവിടുത്തെ ഹൈഡ്രജൻ എടുത്തുകൊണ്ട് പോകും, എങ്കിൽ ഈ അടുത്ത ക്ലോറിൻ ഇവിടെ ആയിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെയും ഒരു പോസിബിലിറ്റി ഇല്ലേ? സോ അടുത്ത പ്രോഡക്റ്റ് നമുക്ക് എങ്ങനെ എഴുതാം? CH3 CH2. അടുത്ത് ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ ബാലൻസ് എന്താ? CH. അവിടെ ആര് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? ഒരു ക്ലോറിൻ. പിന്നെ എന്താ ബാലൻസ്? CH3. സോ ഇങ്ങനെയും ഒരു പ്രോഡക്റ്റ് പോസിബിൾ ആണ്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ രണ്ട് പ്രോഡക്റ്റ് പോസിബിൾ ആണ്. ഇങ്ങനെ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ രണ്ട് പ്രോഡക്ട്സ് ആയിരിക്കും അവിടെ പോസിബിൾ ആയിട്ട് വരുന്നത്. എത്ര പ്രോഡക്ട്സ് പോസിബിൾ ആണോ അതൊക്കെ പ്ലസ് ഇട്ട് അങ്ങ് എഴുതുക. ക്ലിയർ ആയോ ഇത്? ഇനി രണ്ടാമത്തെ ഒരു റിയാക്ഷൻ നമുക്ക് പഠിക്കാനുള്ളത് സൈഡ് ചെയിൻ ക്ലോറിനേഷൻ എന്ന് പറയും. നോക്കാം സൈഡ് ചെയിൻ ക്ലോറിനേഷൻ. കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുന്ന സബ്സ്ക്രിപ്ഷൻ ആണ്. അപ്പൊ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പൊ ഇതുപോലുള്ള ക്ലാസ്സുകൾ ഇനിയും കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് സൈഡ് ചെയിൻ ക്ലോറിനേഷൻ ചെയ്യുന്നത്. അപ്പൊ സൈഡ് ചെയിൻ ക്ലോറിനേഷൻ ചെയ്യാനായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ബെൻസീൻ റിംഗില് CH3 ഗ്രൂപ്പ് ഉള്ള ഒരാളെ എടുക്കാം. ബെൻസീൻ റിംഗിൽ CH3 വന്നാൽ എന്താ വിളിക്കുന്നത്? ബെൻസീൻ റിംഗിൽ CH3 വന്നാൽ വിളിക്കുന്ന പേര് ടൊളുവീൻ. ഇറ്റ് ഈസ് കോൾഡ് ടൊളുവീൻ. അപ്പൊ നമ്മൾ ടൊളുവീനെ എടുത്തിരിക്കുക. അപ്പൊ താരത്തിന്റെ പേര് ക്ലിയർ ആണല്ലോ, ടൊളുവീൻ. ബെൻസീൻ റിംഗിൽ CH3 വന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് ടൊളുവീൻ. ഈ ടൊളുവീനിലേക്ക് നമ്മൾ ക്ലോറിൻ ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബെൻസീൻ റിംഗിന്റെ എല്ലാ സൈഡിലും ഹൈഡ്രജൻ ഉണ്ട്, അറിയാലോ അല്ലെ? എല്ലാ സൈഡിലും ഹൈഡ്രജൻ ഉണ്ട്. ഇതിലുള്ള ഒരു ഹൈഡ്രജനും ഇതിലുള്ള ഒരു ക്ലോറിനും കൂടി ചേർന്ന് HCl ഉണ്ട്. യവന്മാർ കണ്ടാ ഉണ്ടാതിരിക്കില്ല. ഹൈഡ്രജനും ക്ലോറിനും എവിടെ വെച്ച് കണ്ടാലും ഉടനെ HCl ആയിട്ട് പോയിക്കോളും. അപ്പൊ ഈ ഹൈഡ്രജനും Cl ചേർന്ന് എന്തായിട്ട് പോകും? HCl ആയിട്ട് പോകും. അപ്പൊ ആരൊറ്റയ്ക്കായി? ഒരു ക്ലോറിൻ ഒറ്റയ്ക്കായി. അവൻ പകരം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ നമുക്ക് എന്ത് പ്രോഡക്റ്റ് കിട്ടും? ബെൻസീൻ റിംഗില് ഇവിടെ CH3, ഇവിടെ ഇവിടെ Cl. സോ ഇതായിരിക്കും നമുക്ക് അവിടെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. പക്ഷേ ചിലപ്പോ ഈ ക്ലോറിൻ ഇവിടുന്ന് മാറി ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഈ പൊസിഷനിൽ. അങ്ങനെയെങ്കിൽ ഈ ക്ലോറിൻ ചിലപ്പോൾ ഇവിടെ ഉള്ള പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ ആ പ്രോഡക്റ്റ് നമുക്ക് എഴുതാം ബെൻസീൻ റിംഗില് ഇവിടെ CH3, ഇവിടെ Cl. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് രണ്ട് പ്രോഡക്ട്സ് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇതിനെ നമ്മൾ വിളിക്കും ഓർത്തോ പ്രോഡക്റ്റ്, ഇതിനെ വിളിക്കും പാരാ പ്രോഡക്റ്റ്. ഇത് അറിഞ്ഞിടാത്തവർക്ക് വേണ്ടി വേഗം ഒന്ന് പറഞ്ഞുതരാം. ഇപ്പൊ നോക്കിയുള്ള ഒരു ബെൻസീൻ റിംഗില് ഒരു ഫംഗ്ഷൻ ഗ്രൂപ്പോ ഏതെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂവന്റ് ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്തു. അതിന്റെ തൊട്ടടുത്തുള്ള പോയിന്റിനെയാണ് ഓർത്തോ പൊസിഷൻ എന്ന് വിളിക്കുന്നത്. ഏറ്റവും ദൂരെയുള്ള പൊസിഷനെയാണ് പാരാ പൊസിഷൻ എന്ന് വിളിക്കുന്നത്. ഇതിനിടയിലുള്ള പൊസിഷനെയാണ് മെറ്റാ പൊസിഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഏറ്റവും അടുത്തുള്ളത് ഓർത്തോ പൊസിഷൻ, ഏറ്റവും ദൂരെയുള്ളത് പാരാ പൊസിഷൻ, അതിന് രണ്ടിന്റെ ഇടയ്ക്കുള്ളത് മെറ്റാ പൊസിഷൻ. അപ്പൊ ഇതിന്റെ പേരെന്തായിരിക്കും? ഇത് ഏറ്റവും അടുത്തിരിക്കുന്ന പൊസിഷൻ അല്ലേ, അപ്പോ അത് ഓർത്തോ പൊസിഷൻ. ഓർത്തോയ്ക്കും പാരയും ഇടയിലുള്ള പൊസിഷൻ അല്ലേ ഇത്, അപ്പോൾ അത് മെറ്റാ പൊസിഷൻ. ക്ലിയർ ആയോ ഇത്? അപ്പൊ ഇതാണ് ഓർത്തോ മെറ്റാ പാരാ പൊസിഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും അടുത്തിരിക്കുന്നത് ഓർത്തോ, ഏറ്റവും ദൂരെ ഇരിക്കുന്നത് പാര, ഇടയ്ക്കുള്ളത് മെറ്റാ പൊസിഷൻ. ഏറ്റവും അടുത്തിരിക്കുന്ന ആളെ കുറിച്ച് എപ്പോഴും ഓർത്തിരിക്കുക. ഏറ്റവും ദൂരെ ഇരിക്കുന്നവനാണ് നമ്മുടെ പാര, ഇടയ്ക്ക് ഇരിക്കുന്നത് മറ്റവൻ എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓർത്തോ മെറ്റാ പാര. അപ്പൊ ഇതാണ് നമ്മുടെ പൊസിഷൻസ് നമ്മൾ പറയുന്ന രീതി. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമ്മുടെ ക്ലോറിൻ എവിടെയാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്? സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ തൊട്ടടുത്തല്ലേ, അപ്പൊ അതാണ് ഓർത്തോ. ഇത് നോക്കൂ, ഏറ്റവും ദൂരെയല്ലേ, സോ ഇറ്റ് ഈസ് പാര. സോ നമുക്കൊരു ഓർത്തോ പ്രോഡക്റ്റും കിട്ടി, ഓർത്തോ ക്ലോറോ ടൊളുവീനും കിട്ടി, പാരാ ക്ലോറോ ടൊളുവീനും കിട്ടി. അപ്പൊ രണ്ട് പ്രോഡക്ട്സ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതില് എപ്പോഴും ഓർത്തിരിക്കുക, പാരയ്ക്കാണ് കറക്റ്റ് ഒരു സിമെട്രി ഉള്ളത്. സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി ഏറ്റവും കൂടുതൽ പാരയ്ക്കാണ്. സോ അതുകൊണ്ട് പാര വിൽ ബി ദി മേജർ പ്രോഡക്റ്റ്. So this will be the major product and this will be the minor product. അതിന് എവിടെയാണെങ്കിലും നിങ്ങൾ എവിടെയും നിങ്ങൾക്ക് ഏത് ചാപ്റ്ററിൽ ഉപയോഗിക്കാവുന്നതാണ്. പാര വിൽ ബി ദി മേജർ പ്രോഡക്റ്റ് ആൻഡ് ഓർത്തോ വിൽ ബി ദി മൈനർ പ്രോഡക്റ്റ്. ക്ലിയർ ആണോ ഇത്? അപ്പൊ ഇത്രയും ഓർത്തിരിക്കുക. നമ്മുടെ നമ്മുടെ ടൊളുവീനിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് പരീക്ഷയ്ക്ക് എങ്ങനെ ചോദിക്കാം? ഹൗ വിൽ യു പ്രിപ്പയർ ഹാലോ അലീൻസ് ഫ്രം ടൊളുവീൻ? ടൊളുവീനിൽ നിന്നും എങ്ങനെ പ്രിപ്പയർ ചെയ്ത് ചോദിച്ചാൽ ഇതൊക്കെ അങ്ങോട്ട് തകർത്ത് എഴുതി വെക്കുക. ആൻഡ് ദിസ് ഹാപ്പനിങ് ഇൻ ദി പ്രസൻസ് ഓഫ് സൺലൈറ്റ്, അത് മറക്കണ്ട കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ സൺലൈറ്റ് അല്ല, അയൺ ഇൻ ദി പ്രസൻസ് ഓഫ് ഡാർക്ക് ആണ്. അയൺ ഇൻ ദി പ്രസൻസ് ഓഫ് ഡാർക്ക്, അയൺ ഇൻ ദി പ്രസൻസ് ഓഫ് ഡാർക്ക്. അയൺ ഇരുട്ടത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിന്റെ പ്രസൻസ് പാടില്ല എന്നാണ്, സോറി. അപ്പൊ അയൺ ഇൻ ദി പ്രസൻസ് ഓഫ് ഡാർക്ക്, അവിടെയാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. മറ്റത് സാധാരണ ആൽക്കൈനിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു HCl സൺലൈറ്റ് കൊടുക്കുന്നത്. ക്ലിയർ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നെയിംഡ് ആയിട്ടുള്ള വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻ നോക്കാം. നമുക്ക് പേരൊക്കെ നമുക്ക് അവസാനം പഠിക്കാം.
ഈ വർഷം നിങ്ങൾ പഠിക്കുന്ന ഫസ്റ്റ് നെയിംഡ് റിയാക്ഷൻ. അപ്പൊ അത്രയും സ്നേഹത്തോടെ അത് പഠിക്കുക, പൊന്നുപോലെ പഠിച്ചെടുക്കുക. ആദ്യത്തെ നെയിംഡ് റിയാക്ഷൻ. ഇതിനു വേണ്ടി നിങ്ങൾ എടുക്കേണ്ട ഇൻഗ്രീഡിയന്റ് അനിലീൻ. എന്താണ് അനിലീൻ? ബെൻസീൻ റിംഗില് NH2 ഗ്രൂപ്പ് വരുന്നതിനെയാണ് അനിലീൻ എന്ന് വിളിക്കുന്നത്. NH2 ബെൻസീൻ റിംഗ് വരുന്നതിനെയാണ് ബെൻസീൻ റിംഗില് NH2 വരുന്നതിനെയാണ് അനിലീൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഒരു അനിലീൻ എടുക്കുക, എന്നിട്ട് ഇതിലേക്ക് NaNO2 ആൻഡ് HX ആഡ് ചെയ്യുക. NaNO2ന്റെ പ്രസൻസിൽ HX ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുവരെ പരിചയമില്ലാത്ത ഒരു പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. അതാണ് ബെൻസീൻ റിംഗില് N2X. ഇതുവരെ കണ്ടിട്ടില്ല അല്ലെ? സോ N2X നൈട്രജനെയാണ് നമ്മൾ അസോ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പൊ ഇവിടെ രണ്ട് അസോണിയം ഗ്രൂപ്പാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമ്മൾ വിളിക്കും ഡൈ അസോണിയം, കാരണം രണ്ട് നൈട്രജൻ ഉള്ളതുകൊണ്ട് ഡൈ അസോണിയം. സാധാരണ ഹാലജൻ, ക്ലോറിൻ, ബ്രോമിൻ ഒക്കെ കൂടുതൽ വരുമ്പോൾ നമ്മൾ സോൾട്ട് എന്ന് പറയും അല്ലെ? സോ ദിസ് ഈസ് എ ഡൈ അസോണിയം സോൾട്ട്. അത് ഏതിലാണ് ഇരിക്കുന്നത്? നമ്മുടെ ബെൻസീനില്. സോ ഇറ്റ് ഈസ് ബെൻസീൻ ഡയസോണിയം സോൾട്ട് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അത് ക്ലോറിൻ ആണെങ്കിൽ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്, ബ്രോമിൻ ആണെങ്കിൽ ബെൻസീൻ ഡയസോണിയം ബ്രോമൈഡ്, അങ്ങനെയാണ് പേര് വരുന്നത്. അപ്പൊ ഈ ഫസ്റ്റത്തെ സ്റ്റെപ്പിനെ വിളിക്കുന്ന പേര് ഡൈ അസോട്ടൈസേഷൻ എന്നതാണ്. ഇത് നിങ്ങൾക്ക് ഈ വർഷം 3 or 4 പ്രാവശ്യം പഠിക്കാനുള്ള ഒരു റിയാക്ഷൻ ആണ്. അതുകൊണ്ട് നന്നായിട്ട് ഇത് പഠിച്ചു വെച്ചിരിക്കുക. അനിലീനിൽ എടുക്കുക, NaNO2 ആൻഡ് HX ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡയസോണിയം സോൾട്ട് കിട്ടും. ഇതിലേക്ക് യു ഹാവ് ടു ആഡ് Cu2Cl2X2 കോപ്പർ ഹാലൈഡ് ആഡ് ചെയ്യുക. കോപ്പർ ഹാലൈഡ് ആഡ് ചെയ്യുമ്പോൾ ഈ N2 ഗ്യാസ് അവിടെ നിന്ന് പറന്നു പോകും. നമുക്ക് പകരം അവിടെ X സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടും. ഹാലോ അരീൻസ് പ്രിപ്പയർ ചെയ്യാം. വേണമെങ്കിൽ നമുക്കൊരു ഉദാഹരണം എഴുതാം. ഇപ്പൊ ഞാൻ എടുക്കുന്നു, ഒരു അനിലീൻ ഇതാ എടുക്കുകയാണ്, NH2, അതിലേക്ക് NaNO2 ആൻഡ് HCl ആഡ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? നമുക്ക് ബെൻസീൻ ഇതില് N2X സ്ഥാനത്ത് എന്ത് വരും? ക്ലോറിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നു Cu2Cl2. അപ്പൊ എന്ത് കിട്ടും? ബെൻസീൻ റിംഗില് ക്ലോറിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടും. അപ്പൊ ഇതെങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കാം? ഹൗ വിൽ യു കൺവേർട്ട് അനിലീൻ ടു ക്ലോറോബെൻസീൻ? അല്ലെങ്കിൽ എങ്ങനെ ചോദിക്കാം? ഹൗ വിൽ യു പ്രിപ്പയർ ക്ലോറോബെൻസീൻ ഫ്രം aniline? And this conversion or this reaction is called Sand-Meyers reaction. ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് Sand-Meyers reaction. Very important reaction, Sand-Meyers reaction. അനിലീൻ എടുക്കുക, NaNO2 HX ആഡ് ചെയ്യുക, ഡയസോണിയം സോൾട്ട് കിട്ടും. അതിലേക്ക് കോപ്പർ ഹാലൈഡ് ആഡ് ചെയ്യുക, നിങ്ങൾക്ക് ഹാലോ ബെൻസീൻ കിട്ടും, അല്ലെങ്കിൽ ഹാലോ അരീൻസ് കിട്ടും. ഇതിനെ വിളിക്കുന്ന പേരാണ് Sand-Meyers റിയാക്ഷൻ. നല്ലതുപോലെ പഠിക്കാൻ ഈസി ആയിട്ട് അത് പഠിച്ചെടുക്കാം. ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇവിടെ അയോഡിൻ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ താല്പര്യമെങ്കിൽ നിങ്ങൾ അവിടെ കോപ്പർ ഹാലൈഡ് എടുക്കണ്ട, പകരം പൊട്ടാസ്യം അയഡൈഡ് മാത്രം അങ്ങ് യൂസ് ചെയ്താൽ മതി. പൊട്ടാസ്യം അയഡൈഡ്. അപ്പൊ എങ്കിൽ ഇവിടെ അയോഡിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ കോപ്പർ ഹാലൈഡിന് പകരം പൊട്ടാസ്യം അയഡൈഡ് യൂസ് ചെയ്താൽ അവിടെ നമുക്ക് ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യിപ്പിക്കാം? അയോഡിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യിപ്പിക്കാം. ഇനി നമുക്ക് ആൽക്കീൻ ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ടിൽ നിന്ന് എങ്ങനെയാണ് ഹാലോ ആൽക്കീൻസ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അവിടെ 2 റിയാക്ഷൻ വളരെ ഈസിലി പഠിച്ചെടുക്കാവുന്ന റിയാക്ഷൻ. നോക്കിക്കോളൂ. ഒരു ആൽക്കീൻ ഞാൻ എടുക്കുന്നു, CH3CH ഡബിൾ ബോണ്ട് CH2. ഇതിലേക്ക് ഞാൻ HCl ആഡ് ചെയ്യുന്നു. എല്ലാവർക്കും അറിയാം, +1 പഠിച്ചിട്ടുള്ളതാ. ഈ ഒരു ബോണ്ട് പൊട്ടും. ഒരു ബോണ്ട്, ഒരു പാലം പൊട്ടുമ്പോൾ 2 കഷ്ണം ആവുന്നത് പോലെ ഈ ബോണ്ട് പൊട്ടുമ്പോൾ ഇത് 2 വാലൻസികളായിട്ട് മാറും. ഇത് ഇങ്ങനെ പൊട്ടും, H+ഉം Cl-ഉം. H+ ഒരു സ്ഥലത്ത് വരും, Cl- ഒരിടത്ത് വരും. നമ്മുടെ മാർക്കോണിക്കോഫ് റൂൾ അനുസരിച്ചാണെങ്കിൽ the negative addendum will goes to that carbon which contains less number of hydrogen atom. അല്ലേ? അപ്പൊ ഇതിനകത്ത് ഏതിലാ ഹൈഡ്രജന്റെ എണ്ണം കുറവ്? ഇതിൽ ഒരൊറ്റ ഹൈഡ്രജനേ ഉള്ളൂ. ഇതിൽ 2 ഹൈഡ്രജൻ ഉണ്ട്. ഇതിൽ ആരാ നെഗറ്റീവ് പാർട്ട്? Cl-. അപ്പൊ ക്ലോറിൻ ഈ കാർബണിലായിരിക്കും വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദി പ്രോഡക്റ്റ്? CH3CH സിംഗിൾ ബോണ്ട് CH2. ഇവിടെ ക്ലോറിൻ വന്ന് ചേരും, ഇവിടെ ഹൈഡ്രജൻ, CH2ഉം ഹൈഡ്രജൻ ചേർന്നാൽ CH3. സോ ദിസ് ഇസ് ദി പ്രോഡക്റ്റ്. ഇത് മാർക്കോണിക്കോഫ് റൂൾ അനുസരിച്ച് +1 പഠിച്ചിട്ടുള്ളത് പോലെ അങ്ങ് എഴുതിയാൽ മാത്രം മതി. HCl പകരം HBr സ്വന്തമായിട്ട് എഴുതി നോക്കുമല്ലോ.
സെയിം പ്രോഡക്റ്റ് Cl ന്റെ സ്ഥലത്ത് ബ്രോമിന്റെ നമുക്ക് കൊടുത്താൽ മതി. ഇനി ചിലപ്പോൾ വേണമെങ്കിൽ ലാസ്റ്റ് ഒരു റിയാക്ഷൻ കൂടി നമുക്ക് നോക്കാം. CH2 ഡബിൾ ബോണ്ട് CH2 ഇതിലേക്ക് നമ്മൾ ക്ലോറിൻ ഗ്യാസ് ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നു. ക്ലോറിൻ ഗ്യാസ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നു. അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ കാറ്റലിസ്റ്റ് കൂടി ഉപയോഗിക്കും. CCl4 കാർബൺ ടെട്രാ ക്ലോറൈഡ് കൂടി ഉപയോഗിക്കും. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് നേരത്തെ പറഞ്ഞല്ലോ ഈ പാലം പൊട്ടും. ഇവിടെ ഒരു വാലൻസി, ഇവിടെ ഒരു വാലൻസി. ഇവിടെ 2 ക്ലോറിൻ ഉണ്ടല്ലോ, ഒരു ക്ലോറിൻ ഇവിടെയും ഒരു ക്ലോറിൻ ഇവിടെയും കയറും. സോ വാട്ട് ഇസ് ദി പ്രോഡക്റ്റ്? CH2 സിംഗിൾ ബോണ്ട് CH2, ഇവിടെ ഒരു ക്ലോറിൻ, ഇവിടെ ഒരു ക്ലോറിൻ. സോ ദാറ്റ് ഇസ് ദി പ്രോഡക്റ്റ്. അപ്പൊ നമുക്കൊരു വിസിനൽ ഡൈഹാലൈഡോടെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രി. വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ പഠിച്ചങ്ങ് മുന്നോട്ട് പോകൂ. ഇടയ്ക്കിടയ്ക്ക് വീഡിയോസുമായിട്ട് ഞാനും എത്തുന്നതായിരിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോ ഒരു കാര്യം ഒന്നുകൂടി ഓർപ്പിക്കുന്നു, കെമിസ്ട്രിയുടെയും ഫിസിക്സിന്റെയും ബയോളജിയുടെ ഒക്കെ ഫോക്കസ് ഏരിയ ഇതുപോലെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് അയച്ചു തരാം. ചെറിയൊരു പേയ്മെന്റ് ഉണ്ട്, അത് ചെയ്ത് നിങ്ങൾക്ക് ആ ക്ലാസ് മുഴുവൻ കണ്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഓൾറെഡി ഫിസിക്സിനകത്തുള്ള ഫസ്റ്റ് ടെക്സ്റ്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് സെക്കൻഡ് ടെക്സ്റ്റിലേക്ക് ചാടി കയറിയിട്ടുണ്ട്. അതുപോലെ കെമിസ്ട്രിയിലും നമ്മൾ ഏകദേശം 8 ചാപ്റ്ററോളം എത്തിയിട്ടുണ്ട്. അതുപോലെ ബയോളജിയിൽ 6ാമത്തെ ചാപ്റ്ററിലേക്ക് എത്തുകയാണ്. അത് പരമ്പരാഗത മിക്കുള്ളൂ. ഇനി ആദ്യത്തെ 2-3 ചാപ്റ്റർ മാത്രമേ വലുതായിട്ടുള്ളൂ, പിന്നെ എല്ലാം ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ അതൊക്കെ നമ്മൾ ഫെബ്രുവരി 20-25 ഒക്കെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മോഡൽ എക്സാമിന് മുന്നേ തന്നെ ഫുൾ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കും. ഈ കഴിഞ്ഞു പോയതൊന്നും നിങ്ങൾ മിസ്സാവില്ല. അതെല്ലാം റെക്കോർഡഡ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ഒരു ക്ലാസ് നിങ്ങൾക്ക് മിസ്സാവില്ല. ഇനിയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനിയും സമയമുണ്ട്. ഇനിയും പഠിച്ചു തുടങ്ങിയാലും മതി. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഞാൻ മനോജ് സന്ദേശ് നിങ്ങളോടൊപ്പം എന്നും കൂടെ ഉണ്ടാവും.